ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയും ശാരിയും കൂടിയിട്ട് രാഹുലിനെ അടക്കം ചെയ്തതിന് ശേഷം തിരികെ രൂപയുടെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ കാറ് വന്ന് നിന്ന് അവരതിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ച ചന്ദ്രസേനനും രൂപയും കാണുകയാണ്. അങ്ങനെ വന്ന പാടെ തന്നെ രൂപ ചോദിക്കുന്നുണ്ട്, എന്തായി എന്ന് ചോദിക്കുകയാണ്. അയാളെ സംസ്കരിക്കൽ കഴിഞ്ഞു. കത്തുന്ന സമയത്ത് പോലും എൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വന്നില്ല ആൻറ്റി. അയാൾ പോകട്ടെ, അല്ലെങ്കിലും ദുഷ്ടന്മാർക്ക് ഇങ്ങനെ തന്നെയാണ് കിട്ടേണ്ടത്. മറ്റുള്ളവർക്ക് സമാധാനമായി ജീവിക്കാലോ എന്നങ്ങനെ നമ്മുടെ സരയു പറയുകയാണ്. അപ്പം ശാരി അങ്ങനെ തലകുമ്പിട്ട് വളരെ വിഷമത്തോടെ മുഖത്തോട് കൂടിയിട്ട് ശാരി അങ്ങനെ സരയുവിനെ നോക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് രൂപ പറയുകയാണ്, എന്തായാലും നീ കർമ്മങ്ങളൊക്കെ ചെയ്ത് വന്നതല്ലേ, നീ പോയി കുളിച്ചിട്ട് വായോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വേണ്ട ആൻറ്റി, ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്, കയറുന്നില്ല എന്ന് പറയുകയാണ്. എന്തായാലും അങ്കിള് പറഞ്ഞ പോലെ അയാൾക്ക് വേണ്ട കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് അയാൾ നമ്മളെ പിന്നാലെ നടക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ സരയു അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷം രൂപ ശാരിയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ ശാരി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയം ഇല്ല, ഒട്ടുമില്ല രൂപയും, എൻ്റെ മോൾക്ക് സങ്കടമില്ല, പിന്നെ എനിക്ക് ഞാൻ എന്തിനാണ് സങ്കടപ്പെടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ശാരി അകത്തേക്ക് കടന്നു പോവുകയാണ്. അങ്ങനെ ശാരി ആണെങ്കിൽ ഉള്ളിൽ ചെന്നിരുന്നിട്ട് ഇങ്ങനെ റൂമിലിരുന്ന് പൊട്ടിക്കരയുകയാണ്. ഈശ്വര, എനിക്ക് എന്തിനിങ്ങനെ വിധി തന്നു, എന്നെയും കൂടി അങ്ങോട്ട് എടുക്കണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട്. പിന്നീട് നമ്മുടെ സരയു താരയുടെ അരികിലേക്ക് വരികയാണ്. അപ്പോൾ താര അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ അറിഞ്ഞായിരുന്നോ കാര്യങ്ങളൊക്കെ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആരെങ്കിലും അറിയിക്കാതിരിക്കില്ല എന്ന് സരയു പറയുകയാണ്. അപ്പോൾ അവളൊന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് സരയു പറയാണ്, എൻ്റെ അച്ഛൻ മരണപ്പെട്ടു, അയാളെ കാട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതാണ്, മൃഗങ്ങളൊക്കെ കൊത്തിവരിഞ്ഞ് മാംസമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഊവ എന്ന് പറയുന്നുണ്ട്. ആര് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആംഗ്യയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആൻറ്റി മെസ്സേജ് അയച്ചിരുന്നോ എന്നിങ്ങനെ സരയു ചോദിക്കുകയാണ്. അതെ, എൻ്റെ അച്ഛനെ കൊന്നത് വെറുതെ ഒന്നും മൃഗങ്ങൾ വേട്ടയാടിയതല്ല, എൻ്റെ അച്ഛനെ അവിടെ കൊണ്ട് തല്ലിച്ചതച്ച് അവിടെ കൊണ്ടുവന്നിട്ടായിരിക്കും. അതിൻ്റെ പുറകിൽ കിരണും കൂട്ടരും തന്നെയാണ് എന്ന്, എൻ്റെ അച്ഛൻ്റെ കൊലപാതകി അവർ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അവനെ സ്വന്തമാക്കും, അത് ഉറപ്പാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സരയു തന്നെ പറയാണ്, അപ്പം നിങ്ങളൊക്കെ വിചാരിക്കും എന്തിനാണ് അച്ഛൻ്റെ കൊലയാളിയെ കല്യാണം കഴിക്കുന്നതെന്ന്. അത് എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മരണത്തിന് കീഴടങ്ങിയത്, ഞാനും കിരണും കൂടി ഒന്നിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ്റെ ആത്മാവിന് സന്തോഷമാകണമെങ്കിൽ ഞാനും അവനും ഒന്നിക്കണം. അതിനെന്ത് കാര്യം വേണമെങ്കിലും ഞാൻ ചെയ്യും, അത് ഉറപ്പാണ്. അതിന് കല്യാണിയെ ഇല്ലാതാക്കണമെങ്കിൽ അതും ഞാൻ ചെയ്യും. പിന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹമുണ്ടെന്ന് നിങ്ങൾ ആരോടും പറയരുത്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ വിക്രം അങ്ങനെ ഇരിക്കുകയാണ് ജയിലിൻ്റെ അകത്ത്. അപ്പോൾ അവിടേക്ക് മനോഹർ വരുന്നുണ്ട്. എന്താടാ എന്ന് ചോദിക്കുകയാണ്. അപ്പം എന്ത് എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്. അല്ല, നീ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട്, എന്നാടാ നിന്റെ കൂടെ പുറത്ത് പോയവൻ എന്നാടാ തിരികെ വരാം, നിന്റെ 16 അടിയന്തരത്തിന് എന്ന് നമ്മുടെ വിക്രം മനോഹറിനോട് പറയുന്നുണ്ട്. അപ്പം മനോഹർ പറയുന്നുണ്ട്, എൻ്റെ അല്ലടാ നിൻ്റെയാടാ എന്ന് പറയുകയാണ്. അങ്ങനെ അവരവിടെ ബഹളം അങ്ങനെ ചെറുതായി തല്ലൊക്കെ പിടിക്കുന്ന സമയത്ത് നിങ്ങൾ ഇനി തുടങ്ങിക്കോ, എന്തായാലും മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ജയിൽ വാർഡൻ പുറകിൽ നിന്ന് വരികയാണ്. അപ്പോൾ ആര് മരിച്ച കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഗംഗപ്രസാദോ എന്ന് ചോദിക്കുന്നുണ്ട്. ഗംഗപ്രസാദ് മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പുറത്ത് കേസ് നടക്കുന്നുണ്ടല്ലോ, അതല്ല, ഇപ്പോൾ ഇവിടെ നിന്നും പരോളിൽ പോയ ഒരുത്തനുണ്ടല്ലോ, ആ ബഹാസുരൻ, അയാൾ മരണപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ കിട്ടുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനോഹർ ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് വിക്രമാണെങ്കിലും അയ്യോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം എന്താടാ, എനിക്ക് അവൻ മരിച്ചതിൽ യാതൊരു വിഷമവുമില്ല എന്നാ ജയിൽ വാർഡൻ പറയാണ്. കാരണം ഇവനുമായിട്ട് എപ്പോഴും അയാൾ തല്ലുപിടിക്കല്ലേ ചെയ്യുന്നത്, ഇവര് തർക്കം തീർക്കാൻ എനിക്ക് നേരമുള്ളൂ. എന്തായാലും മരണത്തിൽ ഞാൻ സന്തോഷിക്കുന്നതല്ല, അത് അയാൾക്ക് അങ്ങനെ ഒരു ശിക്ഷ കിട്ടിയത് നന്നായി എന്ന് പറയുന്നുണ്ട്. അപ്പം എന്താ സാറേ സംഭവിച്ചത് എന്ന് മനോഹർ ചോദിക്കുകയാണ്. അതെ, ഇവിടെ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം ഇവൻ്റെ പെങ്ങളുണ്ടല്ലോ, അവളെ കുത്തിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ കുത്തിയ ശേഷം അയാൾ കാടിനുള്ളിൽ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു. അവിടെ മൃഗങ്ങൾ കടിച്ചു കീറിയെന്നാണ് പറയുന്നത് കേട്ടത്. മാംസമൊന്നുമില്ല, തലയോട്ടിയും അതുപോലെ തന്നെ എല്ല് കഷ്ണങ്ങളും മാത്രമാണ് കിട്ടിയത് എന്ന് പറയുന്നുണ്ട്. അത് വെച്ച് സംസ്കരിക്കുകയും ചെയ്തു. പിന്നെ പേഴ്സ് അവിടെ നിന്ന് കിട്ടിയിരുന്നു, അതിൽ നിന്ന് അയാൾ തന്നെയാണെന്ന് ഉറപ്പിച്ചു. പിന്നെ വാച്ച് മോതിരങ്ങളൊക്കെ കിട്ടി. എന്തായാലും മരിച്ചത് അയാൾ തന്നെയാണ് എന്ന് ജയിൽ വാർഡൻ പറയുകയാണ്.
അപ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട് ഒരിക്കലും രാഹുലേട്ടൻ അവിടെ പോയി ഒളിച്ചതായിരിക്കില്ല, അവന് അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്ന് ഇട്ടതായിരിക്കും ആ കിരണും കൂട്ടരും ഒക്കെ എന്ന് പറയുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനോഹർ ചിരിക്കുന്ന കാഴ്ച അവന് ഇഷ്ടപ്പെടാതെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ CIയെ കാണിക്കുകയാണ്. അപ്പോൾ CIയുടെ അരികിലേക്കായിട്ട് SI വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു മരണം കൂടി സംഭവിച്ചു അല്ലേ രാഹുൽ എന്ന് പറയുന്ന ആളെ, എന്തോ അതിൻ്റെ പുറകെ എന്തായാലും നമ്മൾക്ക് പോകണ്ട, നമ്മൾക്കിപ്പോൾ ഗംഗപ്രസാദിൻ്റെ പുറകെ പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റെഫി 2-3 പ്രാവശ്യം ഇവിടേക്ക് വന്നിരുന്നു. അവൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത് എന്ന് CI പറയുന്നുണ്ട്. എന്തായാലും ഞാനല്ല വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ കേസൊക്കെ ഇവിടെ ഇട്ടിട്ട് പോയേനെ, ഞാൻ ആയതുകൊണ്ടാണ് ഇത് അന്വേഷിക്കാമെന്ന് വിചാരിച്ചത് തന്നെ. എന്തായാലും ഇതിൻ്റെ പുറകിൽ ആരാണെന്നുള്ള കണ്ടെത്തണം ഉടനെ തന്നെ. പിന്നെ ആ വേലു എന്ന് പറയുന്നവൻ ഇവിടെ നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു, നമുക്ക് എന്തായാലും അവിടെ വരെ പോകാമെന്ന് പറയുകയാണ്. അങ്ങനെ അതിനുശേഷം CI SIയും കൂടി അവിടെ CI അങ്ങനെ വണ്ടിയിൽ പോവുകയാണ്. അതേ സമയത്ത് നമ്മുടെ വേലുവും അതുപോലെ രതീഷും കൂടി 2 വീലർ അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ അവരുടെ പുറകെയായിട്ട് പോലീസും അങ്ങനെ അവരെ വണ്ടിയിൽ വട്ടം വെച്ച് നിർത്തുകയും ഇറങ്ങി വന്നതിന് ശേഷം നീ എന്നാ ഇപ്പോൾ നാട്ടിലോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വേലുവിനോട്. അപ്പോൾ എൻ്റെ കല്യാണം വിളിക്കാൻ വന്നതാണ് സാറേ എന്ന് പറയാണ്. എന്തായാലും നീ ജീപ്പിലോട്ട് കയറി എന്ന് പറയാണ്. എന്തിനാ സാറേ, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് രതീഷ് പറയുന്നുണ്ട്. തെറ്റ് ചെയ്തോന്നൊക്കെ ചെയ്തിട്ടല്ലല്ലോ പലരെയും കൊണ്ടുപോകുന്ന, പല കാര്യങ്ങളും ചോദിച്ചറിയാനല്ലേ, എന്തായാലും നിങ്ങൾ കയറി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ 2 പേരെയും ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. അങ്ങനെ CI കൊണ്ടുപോയതിന് ശേഷം അവിടെ എത്തിയിട്ട് CI കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആരാടാ ഗംഗപ്രസാദിനെ കൊന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം അറിയില്ല സാറേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ദൃശ്യം കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഗംഗപ്രസാദിൻ്റെ ബോഡി കൊണ്ടുപോകാൻ കാറ് പുറകിലോട്ട് കൊണ്ടുപോയതും തിരികെ വന്നിട്ടിട്ട് കിരൺ പോകുന്നതുമായിട്ടുള്ള കാഴ്ചകൾ ഇവരെ കാണിക്കുകയാണ്. എന്തിനാണ് ഈ കാറ് പുറകിലോട്ട് കൊണ്ടുപോയ കാഴ്ച ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, പക്ഷേ എന്തിനാ നിങ്ങൾ ആ കാറും എടുത്ത് നിങ്ങൾ പിന്നെ എങ്ങോട്ടാണ് പോയത് എന്നിങ്ങനെ CI ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവർ പറയുന്നുണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനും കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാനും ഉണ്ടായിരുന്നു, അതിന് വേണ്ടി പോയതാണ് എന്ന് പറയുന്നുണ്ട്. അല്ലാതെ നിങ്ങൾ ഗംഗപ്രസാദിന്റെ ബോഡിയുമായി കൊണ്ടുപോയതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ അല്ല സാറേ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഈ സെല്ലിൽ കിടക്കുക, ഞാൻ എന്തായാലും പുറത്തു പോയിട്ട് ഇപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് അവരങ്ങനെ സെല്ലിൻ്റെ അകത്തേക്ക് ആക്കുകയാണ്. അതിനുശേഷം നമ്മുടെ പോലീസ് CI അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. നേരെ പോകുന്നത് കിരണിൻ്റെ വീട്ടിലേക്കാണ്. അങ്ങനെ കിരൺ അവിടെ വന്ന് ബെല്ലടിക്കുന്ന സമയത്ത് ശാന്തേച്ചിയാണ് വാതിലുറക്കുന്നത്. അപ്പോൾ CI ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഞാനിവിടുത്തെ ജോലിക്കാരിയാണ് സാറേ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എത്ര നാളായി ഇവിടെ? അപ്പോൾ കുറേ കാലമായി കല്യാണിമോളും കിരൺ സാറും താമസം ഇവിടെ ആയപ്പോൾ തുടങ്ങി ഞാനിവിടെ ഉണ്ട് എന്ന് പറയുന്നു. 1-2 തവണ ഞാനിവിടെ വന്നപ്പോൾ നിങ്ങളെ കണ്ടില്ലല്ലോ എന്ന് CI വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പോലീസ് വന്നെന്നൊക്കെ അറിഞ്ഞായിരുന്നു, ഞാൻ അടുക്കളയിലോ മറ്റോ ആയിരുന്നു എന്ന് തോന്നുന്നു സാറേ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഇവിടെ നിൽക്കും, ഞാൻ ഈ പറമ്പൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് CI മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ പിന്നാമ്പുറത്ത് പോയിട്ട് അവിടെ ഇങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട്. ആ സമയത്താണ് ഒരു ചെറിയൊരു തെങ്ങും തൈ അവിടെ നിൽക്കുന്നത് കാണുന്നത്. അങ്ങനെ അതങ്ങനെ സൂക്ഷിച്ചു നോക്കുന്ന സമയത്ത് ശാന്തേച്ചി ജനലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് പോലീസ് എന്താ നോക്കുന്നതെന്ന് നോക്കുന്നുണ്ട്. അവിടെ ഒളിഞ്ഞു നിൽക്കാതെ ഇങ്ങോട്ട് വായോ എന്നിങ്ങനെ CI ശാന്തേച്ചി വിളിക്കുകയാണ്. അങ്ങനെ ശാന്തേച്ചി വരികയാണ്. ശാന്തേച്ചി വന്നിട്ട് ചോദിക്കുകയാണ് ശാന്തേച്ചിയോട് ഇതെന്നാ ഈ തെങ്ങും തൈ വെച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത് കുറച്ചായി സാറേ. അപ്പോൾ കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർത്തികയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണോ, ആ സമയത്താണ് വെച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കല്യാണിമോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് കുറച്ചായെന്ന് മാത്രമേ പറഞ്ഞാൽ മതി എന്ന്, ആര് വന്ന് ചോദിച്ചാലും എന്ന് പറഞ്ഞ കാര്യം ശാന്തേച്ചി അങ്ങനെ ഓർക്കുകയാണ്. അപ്പോൾ കുറച്ചായി സാറേ എന്തായാലും വെച്ചിട്ട് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ പോലീസിന് ആ തെങ്ങിൻ തൈയുടെ അടിയിൽ എന്തോ ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയം വെച്ച് അങ്ങനെ നിൽക്കുന്ന ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.